നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേയ്സ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ തോറ്റതിന് പിന്നാലെ തൃശൂർ കോൺഗ്രസിൽ പോര്. DCC ഓഫീസ് മതിലിൽ പോസ്റ്റർ പതിച്ചു. ജോസ് വള്ളൂർ രാജിവെക്കുക, പ്രതാപന് ഇനി വാർഡിൽ പോലും സീറ്റില്ല എന്നിങ്ങനെ എഴുതിയ പോസ്റ്ററുകളാണ് മതിലിൽ പതിച്ചത്. തൃശൂരിലെ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ. തെരഞ്ഞെടുപ്പിൽ ജില്ലാ കമ്മിറ്റിക്ക് വീഴ്ച പറ്റി. തൃശൂരിലെ BJPയുടെ ജയം CPIM BJP ഡീലിന്റെ ഭാഗമാണ്. കെ മുരളീധരൻ നേതൃസ്ഥാനത്ത് തുടരണമെന്നാണ് തങ്ങളുടെ ആവശ്യമെന്നും ജോസ് വള്ളൂർ. കെ മുരളീധരൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ BJPയിൽ ചേരുമെന്ന് പത്മജ വേണുഗോപാൽ. BJPയെക്കുറിച്ച് തെറ്റിദ്ധാരണയുള്ളവരാണ് കോൺഗ്രസിലുള്ളതെന്നും കോൺഗ്രസിൽ നിന്ന് ആര് വന്നാലും അവർക്കൊപ്പം പ്രവർത്തിക്കുന്നതിൽ സന്തോഷമെന്നും പത്മജ പറഞ്ഞു. തൃശൂരിലെ തോൽവിയിൽ കോൺഗ്രസിൽ കലാപം ഉടലെടുത്തപ്പോഴും ജില്ലയിലെ 2 മന്ത്രിമാരുടെ മണ്ഡലങ്ങളിലും മുന്നിലെത്തിയത് സുരേഷ് ഗോപിയാണ്. റവന്യൂ മന്ത്രിയുടെ ഒല്ലൂരിൽ 10,000-ഓളം വോട്ടുകൾക്ക് പിന്നിലായി. ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ കയ്പമംഗലം, കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലങ്ങളിൽ LDF സ്ഥാനാർത്ഥി C രവീന്ദ്രനാഥിന് മേൽക്കൈ. കൊടുങ്ങല്ലൂർ നഗരസഭ, വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ രവീന്ദ്രനാഥ് ലീഡ് നേടിയപ്പോൾ മറ്റു പഞ്ചായത്തുകൾ ബെന്നി ബെഹനാനെ തുണച്ചു. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. എല്ലാ വർഷവും ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്. പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധനം വരുത്താനും കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്യാനുമാണ് പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ നടപ്പാക്കുന്ന ദേവാങ്കണം ചാരുഹരിതം പദ്ധതിയുടെ ഭാഗമായി കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ കരനെൽ കൃഷിയുടെയും പൂജാപുഷ്പ കൃഷിയുടെയും ഉദ്ഘാടനം നടന്നു. കൊരട്ടിനാടിന് അഭിമാനമായി നീറ്റ് അഖിലേന്ത്യാ മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ കൊരട്ടി ഖന്നാനഗർ സ്വദേശി ദേവദർശൻ R നായർ 1ാം റാങ്ക് നേടി. 720 മാർക്കിൽ 720 നേടിയ ദേവദർശൻ 1ാം റാങ്ക് കരസ്ഥമാക്കി. കേരളത്തിൽ നിന്ന് ആദ്യമായാണ് ഒരു വിദ്യാർത്ഥി ഈ നേട്ടം കരസ്ഥമാക്കുന്നത്. സുരേഷ് ഗോപിക്കായി 6 അടി നീളമുള്ള ശൂലം കവിളിൽ തറച്ച വഴിപാട്. ചിയാരം സ്വദേശി സന്തോഷാണ് 6 അടി നീളം വരുന്ന ശൂലം കവിളിൽ തറച്ചത്. സ്വരാജ് റൗണ്ടിൽ മണികണ്ഠൻ ആലിനടുത്ത് മുരുകന്റെ ക്ഷേത്രത്തിലാണ് വഴിപാട് നടത്തിയത്. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേയ്സ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.